എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലി ഫ്രണ്ട്സുമായി സംസാരിക്കാനിടയായി. അതിൽ വൈഫിന് കുറച്ച് ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. അതിൻ്റെ ചികിത്സ നിലവിലിരിക്കെ തന്നെ അമേരിക്കയ്ക്ക് മോളുടെ കുഞ്ഞുണ്ടായി കാണാനായിട്ട് പോവുകയുണ്ടായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ രോഗം ഒന്ന് മൂർച്ഛിച്ചു. അപ്പോൾ കുറച്ചുകൂടി ഈ മെഡിസിനൊക്കെ എടുക്കണമെന്ന് തോന്നി. അവർ പറയുമായിരുന്നു, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നവർ എന്ത് VIP ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കിട്ടുന്നത്. അവിടെ ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ജനറൽ പ്രാക്ടീഷണറിനെ കണ്ടിട്ട് വേണം ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ്. അതിനെടുത്ത് 6 ദിവസം, അതും ഒരു വീഡിയോ കോളിലൂടെ മാത്രം സംസാരിക്കാൻ സാധിച്ചു. ഇനി അതിൻ്റെ മരുന്ന് ചോദിച്ചപ്പോൾ ഈ മരുന്ന് തന്നെ തുടരാൻ ഇന്ത്യയിലുള്ള ഡോക്ടർ അഡ്വൈസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അത് ഓർഡർ ചെയ്ത് വരാൻ 12 ദിവസം എടുത്തു. ഇനി അതിലും കൂടുതലായി നമ്മുടെ ഇവിടെ 2100 രൂപ വില വരുന്ന മെഡിസിൻ അവിടെ എടുത്തപ്പോൾ ഏകദേശം ഡോളർ കണക്ക് കൂട്ടി നോക്കിയാൽ 23,000 രൂപയുടെ മരുന്നാണ് അവിടുന്ന് വാങ്ങാനിടയായത്. മാത്രമല്ല വീഡിയോ കോളിൽ കൺസൾട്ടേഷൻ ചാർജ് നല്ല ഒരു തുക ആവുകയും ചെയ്തു. അവർ സംസാരം തുടരുകയായിരുന്നു. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നമുക്കിഷ്ടമുള്ള ഡോക്ടറെ ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ ഇഷ്ടമുള്ള ദിവസം പോയി കാണാൻ സാധിക്കും എന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് എത്ര നാളുകളാണ് അവിടെയുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ബയോപ്സി എടുത്ത് അതിൻ്റെ റിസൾട്ട് വന്ന് അതിന് ശേഷമാണ് ഓപ്പറേഷനൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അത്രയും താമസം വരുന്നുണ്ട്. മാത്രമല്ല അവർ പോയിട്ട് വന്നിട്ട് പറയുകയായിരുന്നു, നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് സന്തോഷങ്ങളുണ്ടല്ലോ. ഒരു ഹോട്ടലിൽ ചെന്നാൽ ഒരിക്കലും വെള്ളത്തിന് ചാർജ് ചെയ്യാറില്ല. ഒരു വീട്ടിൽ കയറി ചെന്നാൽ വെള്ളത്തിന് ചാർജ് ചെയ്യാറില്ല. പക്ഷേ എല്ലാത്തിനും ചാർജ് കൊടുത്ത് ജീവിക്കുന്ന അവസ്ഥ. മാത്രമല്ല സാമൂഹിക ബന്ധങ്ങൾ നമ്മൾ നോക്കിയാൽ ആരും ആരുടെയും വീട്ടിൽ പോകുന്നില്ല. പോകണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് ഗസ്റ്റായിട്ട് ചെല്ലുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ലല്ലോ. നമുക്കിഷ്ടമുള്ള വീടുകളിലേക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാനും അവരുമായിട്ടൊരു ഭക്ഷണം കഴിക്കാനും ഒക്കെ എത്ര സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു തുടങ്ങി, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഉള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ നന്ദി നിറയും. എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ ഇതിനാവട്ടെ. അങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ.